ഇന്ത്യൻ ഫുട്ബോളിൽ കടുത്ത പ്രതിസന്ധി. ISL നടത്തിപ്പിന് ആളില്ല. കൊമേഴ്സ്യൽ റൈറ്റ്സ് ടെൻഡറിൽ ആരും അപേക്ഷ നൽകിയില്ല. ഇതോടെ ISL ഇത്തവണ ഉണ്ടാകുമോ എന്ന പോലും ആശങ്ക വന്നിരിക്കുന്നു. അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. അനിൽ, വിവരങ്ങൾ പറയൂ. ഗുഡ് ഈവനിങ് SKN. ISL നടത്തിപ്പ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ISL ഇത്തവണ നടക്കില്ല എന്നുള്ള വലിയൊരു ആശങ്കയാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. കാരണം ISL നടത്തിപ്പുമായി ബന്ധപ്പെട്ട അതിന്റെ കൊമേഴ്ഷ്യൽ റൈറ്റ്സുമായിട്ടുള്ള ടെൻഡർ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നായിരുന്നു. പക്ഷേ ഒറ്റ ഒരാൾ പോലും ഇതിന് ബിഡ് ചെയ്തിട്ടില്ല എന്നുള്ള വിവരമാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ തന്നെ ഇപ്പോൾ പ്രസ്താവനയിലൂടെ അറിയിക്കുന്നത്. ഇതോടുകൂടി ഈ സീസൺ നേരത്തെ തന്നെ തുടങ്ങേണ്ടതാണ്. പക്ഷേ വൈകിയെങ്കിലും ഡിസംബറിൽ തുടങ്ങുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ അതുപോലും ഉണ്ടാകില്ല എന്ന തരത്തിലാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ 1-ാം ഡിവിഷൻ ലീഗ് നടന്നില്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിന് അത് സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ തന്നെ സൂപ്പർ കപ്പ് നടത്തുന്നത് തന്നെ ISL ഡിസംബറിലെങ്കിലും തുടങ്ങാനാവുമെന്ന ഒരു ഉറപ്പ് ക്ലബ്ബുകൾക്ക് നൽകിയത് കൊണ്ട് മാത്രമാണ് വീണ്ടും താരങ്ങളെ കൊണ്ടുവരികയും അവരെയൊക്കെ തന്നെ വിദേശ താരങ്ങളെ അടക്കം കൊണ്ടുവന്ന് കളിക്കാൻ തീരുമാനമായത്. ഈ ഒരു തീരുമാനം വന്നതോടുകൂടി ഇപ്പോൾ തന്നെ മോഹൻ ബഗാൻ അടക്കമുള്ള ക്ലബ്ബുകൾ പരിശീലനം നിർത്തിവെക്കാൻ തീരുമാനമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഒരാഴ്ചയ്ക്കകം ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കുമെന്ന തരത്തിലാണ് ഇപ്പോൾ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. എന്തായാലും ഒരാഴ്ച കൂടി കാത്തിരിക്കാം. എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോളിന് സംഭവിക്കാൻ പോകുന്നത്. SK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.